ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ടീം ഇന്ത്യ ഈ ആഴ്ച T20 ക്രിക്കറ്റ് ആവേശത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങനെ മടങ്ങിയെത്തുന്ന ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ടീം എങ്ങോട്ട് പോകുന്നു അവരെ നോക്കി തന്നെയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. ക്രിക്കറ്റ് ആവേശത്തിലാണ് അവർ എപ്പോഴും കാണാറുള്ളത്. ആവേശഭരിതരാക്കുന്നതും അവരുടെ ടീം അംഗങ്ങൾ തന്നെയാണെന്ന് പറയാം. അയർലൻഡുമായുള്ള ഇന്ത്യയുടെ 2 T20കളുടെ പരമ്പരയ്ക്കുള്ള വെള്ളിയാഴ്ച തുടക്കമാകും. ബെൽഫാസ്റ്റിലെ സിവിൽ സർവീസ് ക്രിക്കറ്റ് ക്ലബ്ബിൽ രാത്രി 7:30 മുതലാണ് മത്സരം നടക്കുക. വിജയത്തോടെ തന്നെ ദൈർഘ്യമേറിയ UK പര്യടനത്തിനും തുടക്കം കുറിക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ഐറിഷ് ടീമുമായുള്ള പരമ്പര കഴിഞ്ഞാൽ ഇംഗ്ലണ്ടുമായി 5 T20കളും 3 ഏകദിനങ്ങളും കൂടി UKയിൽ ഇന്ത്യ കളിക്കും. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ ശക്തമായ ടീമിനെയാണ് ഇന്ത്യ അയർലൻഡിലേക്ക് അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ T20 ലോകകപ്പ് ഹീറോയും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണും ടീമിന്റെ ഭാഗമാണ്. ഐറിഷ് ടീമിനെതിരെ സഞ്ജു അവസാനമായി T20 കളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. 2023 ഇന്ത്യൻ T20 അയർലൻഡിൽ 3 T20കളുടെ പരമ്പരയിൽ കളിക്കാനെത്തിയപ്പോഴായിരുന്നു സഞ്ജു സാംസൺ ഐറിഷ് മണ്ണിൽ അവസാനം ഇറങ്ങിയത്. ഈ പരമ്പരയിൽ ടീമിനെ നയിച്ചതാകട്ടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുമായിരുന്നു. ആദ്യത്തെ 2 T20കളിലും ജയിച്ച ഇന്ത്യ പരമ്പര കൈക്കലാക്കിയപ്പോൾ അവസാനത്തെ മത്സരം മഴയെ തുടർന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഡബ്ലിനിൽ ഇന്ത്യ 33 റൺസിൽ ജയിച്ച 2ാം T20 ആയിരുന്നു സഞ്ജു അവസാനം കളിച്ചത്. ഇപ്പോഴത്തെ പോലെ തന്നെ അന്ന് അദ്ദേഹം ഓപ്പണർ ആയിരുന്നില്ല. മധ്യനിരയിൽ വ്യത്യസ്ത പൊസിഷനിലായിരുന്നു സഞ്ജു ബാറ്റ് ചെയ്തത്. ഐറിഷ് ടീമിനെതിരെയുള്ള ആ കളിയിലേക്ക് വന്നാൽ 4ാം നമ്പറിലാണ് മലയാളി താരം കളിച്ചത്. 5ാം ഓവറിൽ തിലക് വർമ്മ പുറത്തായത് ടീം 2 വിക്കറ്റിനും 34 റൺസ് എന്ന നിലയിൽ പതറവെയായിരുന്നു ഇത്.